ആർക്കാണ് ഈ വരുന്ന റമദാനിൽ ജീവിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ലാത്ത പാവങ്ങളാണ് നമ്മൾ. ഉമറാക്കൾ എവിടെയുണ്ട്? ഞാൻ അവർക്ക് ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോഴും എന്തും സംഭവിക്കാം. ഒരു കാലത്ത് പരിശുദ്ധമായ റജബ് മുഴുവനും നമ്മുടെ അരികിൽ നിന്ന് കടിഞ്ഞുപോയെങ്കിൽ വിധിയുണ്ട് എങ്കിൽ അടുത്ത കൊല്ലം വരും എന്ന പ്രതീക്ഷ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ, ഒരു ഉറപ്പുമില്ല. നമുക്ക് പല ആളുകളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മയ്യിത്ത് നിസ്കരിക്കുമ്പോഴും മയ്യിത്തിന്റെ കൂടെ പോകുന്ന സമയം ഖബറുകൾ ചെന്നുകൊണ്ട് മിൻഹാ ഖലഖ്നാകും മണ്ണ് ആ ഖബറിലേക്ക് വലിച്ചിടുന്ന ഘട്ടത്തിലും പടച്ചവനെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ രാത്രി എന്നെ ഖബറിൽ വെച്ചിട്ട് ഇതുപോലെ നാട്ടിലുള്ളവര് മണ്ണ് വലിച്ചെറിയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലോ, ഈ ഒരു ഓർമ്മ മനുഷ്യനിക്ക് വരുന്നില്ല. ഞാനടക്കമുള്ള നമ്മുടെ കഥകളാണ്. നഊദുബില്ലാഹ്. പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നു മരണത്തിനും മറ്റുമൊക്കെ. ഇപ്പോൾ ഒരുവിധ അടയാളമോ ഒന്നുമില്ല. ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത മുവഫഖായ ഒരു പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി, ഹാഫിള് ഗൂഡല്ലൂർ മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ. നല്ല തഖ്വയുള്ള ഒരു വാഇദാണ്, തഖ്വയുള്ള ഒരു പണ്ഡിതനാണ്, മുഖ്ലിസായ ഒരു മുദരിസാണ്. എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ്. ഇന്നലെ ദേവർശോല 3-ാം ഡിവിഷനിലാണ് പ്രഭാഷണം, പാടന്തറ മർക്കസിന്റെ തൊട്ടടുത്ത്. ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത്. ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തിയുന്ന ഘട്ടം അത് കഴിഞ്ഞിട്ട് കാസർഗോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമുത്ത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നേരം വെളുക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല, ഒരടയാളമില്ല. ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഡല്ലൂരിൽ താമസിക്കുന്നുണ്ട്. ഒരു പെങ്ങള് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത്. ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഅള് കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി. വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ? എത്ര നല്ല മുവഫഖായ ഒരു പണ്ഡിതനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ നേരം വെളുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല. ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതന്റെ ഖബർ യാ റബ്ബൽ ആലമീൻ, ഞങ്ങളുടെ ആ അനുജന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനേ. ധാരാളം വർഷം ദർസ് നടത്തി, ഒരുപാട് പണ്ഡിതന്മാരെ വളർത്തി, ധാരാളം മുഅ്മിനീങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ ഭാഗങ്ങൾ 10,000 പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഅദുകളും ദർസും മറ്റ് അമലുകളും അതിന്റെ സവാബ് നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ ഖബർ, നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനേ. നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഇന്നിവിടെ വഅദ് പറയുന്നു, ഒരു പിടുത്തല്ല. നേരം വെളുക്കുമ്പോഴുള്ള അവസ്ഥ അറിയില്ല. ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജയേറ്റി കൊടുക്കുമാറാവട്ടെ. പഴശ്ശി ഉസ്താദ് ഇതുപോലെ നല്ല പ്രഭാഷണം നടത്തിയിട്ട് പെട്ടെന്ന് കേൾക്കുന്നു ലോകത്തോട് വിട പറഞ്ഞ വിവരങ്ങൾ. സാഹചര്യം അങ്ങനെയാണ്. പഴയ കാലത്ത് ചില അടയാളങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒന്നുമില്ല. എപ്പോഴാണ് എന്താണ് ഒരു പിടുത്തമില്ലാത്തൊരു ഘട്ടം. ഇവിടെ ഞാൻ എന്റെ അനുജന്മാരോട് ഉമ്മബന്ധന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിൽ ഒരാളെയും വെറുക്കാത്ത, വെറുപ്പിക്കാത്ത, ഒരൊറ്റ മനുഷ്യരെയും കരയിപ്പിക്കാത്തൊരു ജീവിതം, ഒരാളോടും പിണങ്ങാത്ത, വ്യക്തിപരമായ ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പുമില്ല, പിണക്കവുമില്ല. ആ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ജീവിതം അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.